ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. കുറച്ച് ടിപ്സ് അറേസ് റിലേറ്റ് ചെയ്ത് കുറച്ച് ടിപ്സ് മാത്രമേ ഈ ചെറിയൊരു വീഡിയോയിൽ പറയുന്നുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ അറേയിലുള്ള ഇപ്പോൾ ഇതാ ഇവിടെ നോക്കുക, ഒരു വേരിയബിളും ഒരു ഇൻറ്റീജർ അറേയും ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല, അതേസമയം അതിൻ്റെ കൂടെ ഡിക്ലെയർ ചെയ്ത അറേയുടെ വാല്യൂസ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻറ്റ് എ കോമ ബി എന്ന് പറഞ്ഞിട്ട് ബി ആണ് സത്യം പറഞ്ഞാൽ അറേ എന്നുള്ളത്. എ എന്ന് പറയുന്ന വേരിയബിളാണ്, ബി എന്ന് പറയുന്ന ഒരു അറേ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈസ് 5 ആണ്. എന്നിട്ട് 5 വാല്യൂസും കൂടെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഈ 5 വാല്യൂസും കൂടെ ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് കോമയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഇതിലുള്ള ഒരു വാല്യൂവിനെ എനിക്ക് എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് കോപ്പി ചെയ്യണം. ലെറ്റ്സ് ഇപ്പം ഈ മൂന്നാമത്തെ വാല്യൂ, ഇത് ആദ്യത്തെ വാല്യൂ, ഇത് രണ്ടാമത്തെ വാല്യൂ, ഇത് മൂന്നാമത്തെ വാല്യൂ. ഈ മൂന്നാമത്തെ വാല്യൂവിനെ എനിക്ക് എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് കോപ്പി ചെയ്യണം. അപ്പം അതിന് വേണ്ടി സിമ്പിളായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇതാ ഇവിടെ കാണിച്ചിരിക്കും പോലെ എ ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് ബി എന്ന് പറയുന്ന അറേ ഇവിടെ മെൻഷൻ ചെയ്യുക. ആ മെൻഷൻ ചെയ്യുമ്പം ആ അറേ ഏത് വാല്യൂ ആണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത്, ആ വാല്യൂവിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ മാത്രം ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ 7, മൂന്നാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0, 1, 2. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ ആയിരിക്കണം നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന അറേയിൽ രണ്ടാമത്തെ ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂ എന്താണോ ആ വാല്യൂവിനെയാണ് എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് കോപ്പി ചെയ്യുന്നത്. എന്നിട്ട് ആ എ എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അതായത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു അറേയുണ്ട്, അതിപ്പോൾ ഇൻറ്റീജർ അറേ ആവാം, അല്ലെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പിലുള്ള അറേ ആവാം, അല്ലെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേ ആവാം. അപ്പോൾ അതിലുള്ള ഒരു വാല്യൂവിനെ ഒരു വേരിയബിളിലോട്ട് കോപ്പി ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് യൂസ് ചെയ്യാം. എ ഈക്വൽ ടു എന്ന് എഴുതി അറേ, നമുക്ക് ഏത് അറേയിലെ വാല്യൂ ആണോ കോപ്പി ചെയ്യേണ്ടത് ആ അറേ മെൻഷൻ ചെയ്ത് വാല്യൂ വരുന്ന ആ ഇൻഡെക്സ് പൊസിഷൻ മാത്രം ഇതിൻ്റെ അകത്ത് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മോഡിഫൈ ചെയ്ത്, ഇതിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ എന്തെങ്കിലും മോഡിഫൈ ചെയ്ത്, എന്തെങ്കിലും ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിലുള്ള വാല്യൂ ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ അറയിലുള്ള ഒരു വാല്യൂ ആയിട്ട് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം സാമ്പിളായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇങ്ങനെയൊക്കെ അറേസ് ഉപയോഗിക്കാം എന്ന് മാത്രം കാണിക്കാനായിട്ട് ഞാൻ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇവിടെ ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, ബി എന്ന് എഴുതി, അറേ ബി എന്ന് എഴുതി ബ്രാക്കറ്റിനകത്ത് 2 എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് രണ്ടാമത്തെ ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വേരിയബിൾ, അതായത് ഏകദേശം 7 എന്ന് പറയും. അതാണ് അറ്റ് പ്രസൻറ്റ് 7 എന്ന വാല്യൂ ആണ് ഈ രണ്ടാമത്തെ ഇൻഡെക്സ് പൊസിഷനിലുള്ളത്. അപ്പം ഞാനിവിടെ എഴുതി ബി എന്ന് എഴുതി, അറേയുടെ പേര് എഴുതി, ബ്രാക്കറ്റിൽ 2 എന്ന് മെൻഷൻ ചെയ്തു. എന്നിട്ട് ഈക്വൽ ടു ബി എന്ന് വീണ്ടും അറേയുടെ പേര് എന്ന് എഴുതിയിട്ട് ആ സെയിം ഇൻഡെക്സ് പൊസിഷനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ട് ഇൻറ്റു 5 എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ 2 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ ആ പൊസിഷനിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യും. അപ്പോൾ അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ബി എന്ന് പറയുന്ന അറേയിൽ സെക്കൻഡ് ഇൻഡെക്സിൻ്റെ പൊസിഷനിലുള്ള വാല്യൂവിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പൊസിഷനിലോട്ട് തന്നെ അങ്ങ് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 7നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും 35 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ആ 35നെ ആയിരിക്കും 7നെ ഓവർ റൈറ്റ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. അതിനുശേഷം ആ കിട്ടുന്ന വാല്യൂവിനെ, ഇപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവിടെ 7ന് പകരം 35 ആയിരിക്കും. എന്നിട്ട് ആ വാല്യൂവിനെ നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിളിലോട്ട് കോപ്പി ചെയ്യാം, എന്നിട്ട് അതിന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു അറേയുടെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് സാധിക്കും. ഒരു അറേയിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ ആ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിളോട് സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ ആ അറേയിലുള്ള ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂവിനെ നമുക്ക് മോഡിഫൈ ചെയ്ത് ആ വാല്യൂ ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ ഒക്കെ നമുക്ക് സാധിക്കും. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. 2 ഇൻറ്റീജർ അറേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അറേസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എ എന്നും ബി എന്നുമാണ്. 2 അറേസിൻ്റെ സൈസ് സെയിം തന്നെയാണ്, 3 എന്ന സൈസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എ എന്ന് പറയുന്ന അറേയ്ക്ക് ഞാൻ വാല്യൂസ് ഒന്നും ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. എന്നാൽ ബി എന്ന് പറയുന്ന അറേയ്ക്ക് 3 വാല്യൂസ് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. 5, 8, 9 എന്ന 3 വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ബി എന്ന് പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് അതേപോലെ തന്നെ എ എന്ന് പറയുന്ന അറേയിലോട്ട് സ്റ്റോർ ചെയ്യണം, അതായത് കോപ്പി ചെയ്യണം. അതിനുവേണ്ടി എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ എ എന്ന് എഴുതി സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ ബി എന്ന് പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് എല്ലാം കൂടി എ എന്ന് പറയുന്ന അറേയിലോട്ട് സ്റ്റോർ ആവുകയില്ല.
അതുപോലെ തന്നെ A = B എന്ന് ഇവിടെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലും ഈ B എന്ന് പറയുന്ന അറേയിലുള്ള വാല്യൂസ് എല്ലാം കൂടെ Aയിലോട്ട് കോപ്പി ചെയ്യത്തില്ല. അപ്പോൾ ഇതെല്ലാം സത്യം പറഞ്ഞാൽ സിൻടാക്സ് എറർ കാണിക്കും. ഒരു അറേയിൽ നിന്ന് അതിൻ്റെ വാല്യൂസ് മുഴുവൻ മറ്റൊരു അറേയിലോട്ട് കോപ്പി ചെയ്യണമെങ്കിൽ അതിന് വേറെ ഒരു മെത്തേഡ് നമുക്ക് വേണ്ടി വരും. ഫോർ ലൂപ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് നമുക്ക് വേണ്ടി വരും. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. എന്തായാലും അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. നമുക്ക് ഇങ്ങനെയൊന്നും കൊടുക്കാനൊക്കത്തില്ല. എ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് =B സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ ബിയിലുള്ള വാല്യൂസ് എല്ലാം കൂടി എയിലോട്ട് കോപ്പി ആവണം എന്നൊന്നുമില്ല. ഇതെല്ലാം സിൻടാക്സ് എറർ കാണിക്കും. അപ്പോൾ അതിനെല്ലാം വേറെ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ അറേസിനെ കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ അറേസ് ഉപയോഗിച്ച് പ്രോഗ്രാംസ് എഴുതപ്പോൾ നമുക്ക് യൂസ്ഫുള്ളായിട്ട് വരും. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത വീഡിയോ മുതൽ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അറേസിനെ പറ്റി പഠിക്കും. എങ്ങനെയാണ് അറേസിൽ വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നത്, കീബോർഡ് വഴി പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കീബോർഡ് വഴി എങ്ങനെയാണ് വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നതും ആ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസിനെ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നും ക്യാരക്ടർ അറേയിലോട്ട് നമ്മൾ എങ്ങനെയാണ് വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നതെന്നും അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ കാണും. അപ്പോൾ അതുവരെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.